أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, പരമദയാലുവായ പടച്ചവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് അവൻ്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളായ ആളുകൾക്ക് ശിശുക്കളോടുള്ള, നമ്മുടെ ചെറിയ കുട്ടികളോടുള്ള അവകാശങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വർഷം ഉമ്മമാര് കുട്ടികൾക്ക്, നവജാത ശിശുവിന് മുലയൂട്ടണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് അൽ-ബഖറ 233 വചനം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കേണ്ടത്. ആയത്ത് അള്ളാഹു പരാമർശിക്കുന്ന ഒരു കാര്യം കൂടി പറയണമെന്ന് തോന്നുകയാണ്. വൽവാലിദാത്തി ഉർദീന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുത്തിമ്മ റദാ. മാതാക്കള് തങ്ങളുടെ കുട്ടികൾക്ക് 2 വർഷം പൂർണ്ണമായി അവര് മുലകുടി പൂർത്തിയാക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ 2 വർഷമാണ് കുട്ടികൾക്ക് മുലയൂട്ടുന്നത്. ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ ഉമ്മമാർക്കും നല്ലതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അതിന്റെ ഒരു വിശദീകരണം എന്നോണം ആയത്തിൽ തന്നെ അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും കാരണത്താൽ ഭാര്യയും ഭർത്താവും അങ്ങനെ വേണ്ട എന്നുള്ള തീരുമാനമുണ്ടെങ്കിൽ അവർ രണ്ടുപേരും തൃപ്തിപ്പെട്ടുകൊണ്ട് കൂടിയാലോചിച്ചിട്ട്, ഭാര്യയും ഭർത്താവും കൂടിയാലോചിച്ച് മുലകുടി പ്രായം അത്ര വേണ്ട എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ എങ്കിൽ ആ 2 വർഷത്തിൽ കുറക്കുന്നതിന് ഫലാജുനാലിമ അവർക്ക് 2 പേർക്കും കുറ്റമില്ല എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ഒരു വിശദീകരണം എന്നോണം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സൂചിപ്പിച്ചത് ഒരുപാട് കടമകള് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കളോട് നമ്മൾ ചെയ്തു തീർക്കേണ്ടത്. നമുക്കറിയാം, കുട്ടികളുടെ ശൈശവ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ബാല്യവും കൗമാരവും യുവത്വത്തിലേക്കും അവർ പ്രവേശിക്കുകയാണ്. ഈ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കൾ എന്ന നിലയിൽ അവരുടെ പ്രായമനുസരിച്ച് കൊണ്ടുള്ള ശിക്ഷണ കാര്യങ്ങൾ അഥവാ തർബിയത്ത് മക്കൾക്ക് നൽകണമെന്ന് വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളാകുന്ന സമയത്ത് തന്നെ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, നമ്മളൊരു ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിക്കുന്ന സമൂഹം എന്ന നിലയിൽ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, വിശുദ്ധ ഖുർആനിലെ ചെറിയ ചെറിയ സൂറത്തുകൾ അവർക്ക് മനഃപ്പാഠമാക്കാനുള്ള ശ്രമം നമ്മുടെ മാതാപിതാക്കളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ തെറ്റിയാലും കുഴപ്പമില്ല, കുട്ടികളെ ശീലിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്തും അല്ലാത്ത സമയത്തുമൊക്കെ നല്ല ഗുണകരമായ ഗുണപാഠ കഥകൾ പ്രവാചകന്മാരുടെയോ സഹാബാക്കളുടെയോ അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞു തന്ന കഥകളോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉപകാരപ്പെടാവുന്ന സാംസ്കാരികമായ മതപരമായ ചിട്ടയുണ്ടാക്കുന്ന ചെറിയ ചെറിയ ഗാനങ്ങൾ ഉപ്പമാർക്കൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പാടിക്കൊടുക്കുന്നതും നല്ല കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മൾ അവരുടെ സമയമായിട്ടില്ല എങ്കിലും
നമ്മൾ നമസ്കരിക്കുമ്പോൾ അവരെ നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശീലിപ്പിക്കുക. ചെറിയ കുട്ടികളാണ്, തെറ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ അവർ റുക്കൂലേക്ക് പോകില്ല, നേരിട്ട് സുജൂദിലേക്കായിരിക്കും. ശരിയായിട്ട് അവർ ഔറത്ത് മറച്ചിട്ടുണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഔറത്തല്ല. എങ്കിലും നമസ്കരിക്കാനുള്ള ഒരു പരിശീലനം എന്ന നിലയിൽ മാതാപിതാക്കൾ ഈ കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നോമ്പ് വരാൻ പോവുകയാണ്. നോമ്പിനെ കുറിച്ചുള്ള പ്രവാചകന്റെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ ചെറിയ ചെറിയ കുട്ടികളോട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ നോമ്പ് നോറ്റ് ശീലിപ്പിക്കാനുള്ള സംവിധാനം പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാതാപിതാക്കൾ പരിശീലിപ്പിക്കുക. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഉച്ചവരെ കഴിയുള്ളൂ, അത് മതി. അപ്പൊ പറ്റാവുന്ന കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് ഈ നോമ്പിന്റെ കാര്യത്തിലും നമ്മൾ ചെയ്യണമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഒരു ശീലം അത് നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടാകും. നമ്മുടെ മാതാക്കളും പിതാക്കളും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മദ്രസയെ മാത്രം ഇതിനൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ വീട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം. അതിന് നമ്മളാണ് ആദ്യം നന്നാകേണ്ടത്. മാതാവും പിതാവും നന്നാകണം, മാതൃക കാണിക്കണം. മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം കുറച്ചു നേരം ഖുർആൻ ഓതുക. ഇപ്പൊ കുട്ടികൾ സ്കൂളില് ഇപ്പൊ വലിയ കുട്ടികളാണെങ്കിലും ബാല്യക്കാരാണെങ്കിലും കൗമാരക്കാരാണെങ്കിലും യുവാക്കളാണെങ്കിലും ഒക്കെ വീട്ടിലുണ്ട് എങ്കിൽ ആ കുട്ടികളോട് വിശുദ്ധ ഖുർആൻ ഓതാൻ ഒരു പേജ് ഓതാനോ അല്ലെങ്കിൽ ഒരു 50 ആയത്ത് ഓതാനോ അല്ലെങ്കിൽ ഒരു 10 ആയത്ത് ഓതാനെങ്കിലുമുള്ള ഒരു നിരന്തരമായ ഒരു ജീവിത ശൈലി മാതാപിതാക്കൾ കൊണ്ടുവരണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികളോട് നമ്മുടെ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്, പരമാവധി അവരോട് സ്നേഹവും അനുകമ്പയും നമ്മൾ കാണിക്കണം. നമ്മുടെ സ്നേഹവും അനുകമ്പയും ആ കുട്ടികൾക്കില്ല എങ്കിൽ സ്വാഭാവികമായും ഈ സ്നേഹം കിട്ടുന്ന ആളുകളുടെ അടുത്തേക്ക് കുട്ടികൾ പോകും. അത് വലിയ കുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ അവരെ സ്നേഹിച്ച് വളർത്താൻ നമുക്ക് സാധിക്കണം. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളെ, പേരമക്കളെ അത്രയും ഇഷ്ടമായിരുന്നു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ ഒരു ശിക്ഷണത്തിലാണ് കുട്ടികളെ വളർത്തിയിരുന്നത്. ഇപ്പൊ ഈ ആധുനിക കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത്രേ സന്തോഷകരമല്ലാത്ത വാർത്തകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, കണ്ണൂരിലെ ഒരു വാർത്ത, ഒരു പെണ്ണെ, ആ 1.5 വയസ്സുകാരനായ കുട്ടിയെ സ്വന്തം കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകുന്നതിന് വേണ്ടി കുട്ടി തടസ്സമാകുമോ എന്ന് പേടിച്ച് കടലിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്നു. അതിന്റെ ശിക്ഷ ഇന്നലെ കോടതി വന്നിട്ടുണ്ട്, ഇന്ന് പത്രത്തിലുണ്ട്. സ്വന്തം കുട്ടിയെ, സ്വന്തം പെറ്റു വളർത്തിയ കുട്ടിയെയാണ് വേദാനും ചില നിമിഷങ്ങൾ കൊണ്ട് കണ്ടെത്തിയ തന്റെ കാമുകന്റെ കൂടെ പോകാൻ വേണ്ടി കുട്ടിയെ കടലിലൊരുങ്ങി കൊന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിം ഉമ്മ എന്ന നിലയിൽ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക, സ്നേഹം കൊടുത്തെങ്കിലേ സ്നേഹം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിസ്സീമമായി നമ്മുടെ മക്കളെ സ്നേഹിക്കാനും അതുപോലെ തന്നെ അവർക്ക് മാതൃക കാണിക്കാനും അവരുടെ ചെറിയ തെറ്റുകളൊക്കെ നല്ല രൂപത്തിൽ, അവരുടെ മനസ്സിന് വിഷമമുണ്ടാക്കാത്ത രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുവാനും നമ്മുടെ സംബോധന പോലും, നമ്മുടെ മക്കളോടുള്ള നമ്മുടെ അഭിസംബോധന പോലും അത് സ്നേഹത്തിൽ ലാളിച്ചുകൊണ്ടായിരിക്കണം എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശുദ്ധ ഖുർആനിന്റെയും വചനങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഉമർ ബിൻ അബീ സലമ എന്ന് പറയുന്ന കുട്ടി ആ ഒരു സംഭവം പറയുന്നുണ്ട്. ആ കുട്ടി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഭക്ഷണത്തിന്റെ പ്ലേറ്റിൽ ആ കുട്ടി ആകെ കൈയിട്ട് എല്ലാ ഭാഗത്തും കൈയിട്ട് തിന്നാൻ തുടങ്ങി. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് പറഞ്ഞു, യാ ഗുലാം, മോനെ, നോക്കൂ നിങ്ങൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത്. യാ ഗുലാം, കുട്ടിയെ, മോനെ, സെമ്മില്ല. നീ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം മര്യാദ പഠിപ്പിച്ചു കൊടുത്തു. സെമ്മില്ല, നീ ബിസ്മി ചൊല്ലിയാണ് നീ ഭക്ഷണം കഴിക്കേണ്ടത്. ഇപ്പൊ നമ്മളെ കുട്ടികൾ അങ്ങനെ ഉണ്ടാവും, ചെറിയ കുട്ടികളാണ്, അവർക്ക് ഇതിനെ മര്യാദ ഒന്നും അറിയില്ല. ഇപ്പൊ നമ്മളെ മാതാവും പിതാവും എന്ന നിലയിൽ നമ്മൾ ഉറക്കം ചെല്ലണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. നമ്മൾ ബിസ്മി ചൊല്ലി എന്ന് പറയലല്ല, കുട്ടികളുടെ കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ നമ്മൾ ഉറക്ക ചെല്ലുക, ബിസ്മില്ലാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലെങ്കിൽ ബിസ്മില്ലാ എന്നെങ്കിലും നമ്മൾ ചൊല്ലുക. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ വകുൽ ബിയമീനിക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ വലത് കൈ കൊണ്ട് നീ തിന്നു മോനെ. കുട്ടികളായിരിക്കും ചിലപ്പോൾ 2 കൈ കൊണ്ടും തിന്നും ചില കുട്ടികൾ, ചില കുട്ടികൾ ഇടത് കൈ ഉണ്ടെങ്കിൽ അവർക്ക് അറിയില്ല. അപ്പൊ നമ്മൾ മാതാവും പിതാവുമാണ് ഈ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. റസൂലുള്ള പറഞ്ഞു, വകുൽ ബിയമീനിക വകുൽ മിമ്മാ യലീക. അതുപോലെ തന്നെ നീ
ഒരു ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ തൊട്ടടുത്ത ഭാഗത്ത് നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മൾ ഒറ്റക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കേണ്ട മര്യാദ എങ്ങനെയാണ്? എല്ലാവരും കൂടി ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ നിർബന്ധമായും നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അപ്പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇനി നമ്മൾ കഴിക്കുന്ന സ്വന്തം പ്ലേറ്റിൽ നിന്നാണെങ്കിൽ പോലും നമ്മുടെ മുൻഭാഗത്ത് നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, അപ്പുറത്തുനിന്നോ കഴിക്കാൻ പാടില്ല. ഇതെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടുന്ന ഉത്തരവാദിത്വം ഉപ്പാക്കുമാക്കുകയാണ്. നമ്മൾ ഇത് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെയാണ് അവർ റോൾ മോഡലായി കാണുന്നത്. ഇപ്പൊ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്, ഇപ്പൊ എങ്ങനെയാ ഇരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും കുട്ടികളോട് പഠിപ്പിച്ചു കൊടുക്കണ്ട, നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കാണിച്ചു കൊടുക്കുക. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും, ഇങ്ങനെയാണല്ലേ കേൾക്കേണ്ടത്, ഇങ്ങനെയാണല്ലേ ചൊല്ലേണ്ടത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാ ഉറക്കം ചൊല്ലി കാണിച്ചു കൊടുക്കുക. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാവും ഇത് ചൊല്ലേണ്ടതാണെന്ന്. മാത്രവുമല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, മാതാപിതാക്കൾ നമ്മളെ മക്കളെ കൊണ്ട് ഹറാമിന്റെ ഭക്ഷണം നമ്മൾ തീറ്റിക്കാൻ പാടില്ല. ഇത് നോക്ക് നിങ്ങൾ, നമ്മൾ വിചാരിക്കും കുട്ടികളാണെങ്കിൽ പോലും അത് അവർക്ക് അനുവദനീയമല്ലാത്ത ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെയൊക്കെ നിലപാടെന്താ? അപ്പൊ കുട്ടികളല്ലേ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ സുബഹി ജമാഅത്തിൽ പങ്കെടുത്ത ജമാഅത്ത് കഴിഞ്ഞ ഉടനെ ഒരു സഹാബി ഉടനെ എഴുന്നേറ്റ് പായാൻ തുടങ്ങി. ദിക്റുകളില്ല, ദുആകളില്ല, ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിനെ വിളിച്ചു, എന്താ ഇത്ര ധൃതിയിൽ പോകണമെന്ന് ചോദിച്ചു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സഹാബി പറഞ്ഞത് എന്താ അറിയോ? നബിയെ, ഞങ്ങൾ പട്ടിണിയാണ്, ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി, എന്റെ വീട്ടിൽ മക്കളുണ്ട്, അവര് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം. എന്താ? എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഈത്തപ്പനയുണ്ട്, ആ ഈത്തപ്പനയിൽ ധാരാളം പഴങ്ങളുണ്ട്, അത് കൊഴിഞ്ഞു വീണ് എന്റെ പറമ്പിലേക്കാണ് വരിക. അപ്പൊ ഞാൻ പള്ളിയിൽ നിന്നും എത്താൻ വൈകിയാൽ എന്റെ മക്കൾ ആ ഈത്തപ്പഴം എടുത്ത് തിന്നു. അതുകൊണ്ട് ഈ ഈത്തപ്പഴം ആ ഉടമയുടെ പറമ്പിലേക്ക് തന്നെ ഇടാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഇത് നമ്മൾ പാലിക്കേണ്ട സൂക്ഷ്മതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകൻ അസൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു തമറത്ത് മിൻ തംരി സദഖ, അസൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അവിടെ പള്ളിയിൽ കൂട്ടിയിരുന്ന സകാത്തിന്റെ ഈത്തപ്പഴത്തിൽ നിന്നും ഒരു ചുളെടുത്തിട്ട്, ചെറിയ കുട്ടിയാണ് അസൻ റളിയല്ലാഹു അൻഹു, തൊള്ളിയിലിട്ടു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിഖ് ലിയത്രഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് പറഞ്ഞു, ആ ഈത്തപ്പഴം അവിടുന്ന് തുപ്പിക്കളി. എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഈത്തപ്പഴം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം കൊടുത്തു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് അമാ ശഅർത അന്നാ ലാ നകുലു സദഖ, നിനക്കറിഞ്ഞുകൂടെ ഈ സകാത്തിന്റെ ഇനത്തിൽ നിന്നും നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന്. ഞാൻ ഇത് സൂചിപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നല്ലവരായി മാറണമെങ്കിൽ നല്ല ഹലാലായ ഭക്ഷണം നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. അത് കുട്ടികളാണെങ്കിൽ പോലും ഹലാലല്ലാത്ത രൂപത്തിലുള്ളതാണ് എങ്കിൽ കുട്ടികളല്ലേ എന്ന് പറഞ്ഞുള്ള ഒഴിവ് കഴിവ് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആരാണ് അള്ളാഹ്? അള്ളാഹിനെ കുറിച്ച് പേടിപ്പിക്കാനല്ല, അള്ളാഹു പരമദയാലുവാണ്. അള്ളാഹുവിന്റെ കഴിവുകൾ, അള്ളാഹു നമ്മളെ എല്ലാം കാണുന്നുണ്ട് എന്ന് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എപ്പോഴെങ്കിലല്ല, സദാസമയം 24 മണിക്കൂറും അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നവനാണ്, കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ഇല്ലേ? ഒരു CCTV കാണുന്നതിനേക്കാൾ കൂടുതലായി പടച്ച തമ്പുരാൻ എല്ലാ സമയവും പടച്ചവന്റെ നിരീക്ഷണത്തിലാണ് നമ്മൾ എന്ന് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, ഇതാണ് അള്ളാഹിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്താ? നിങ്ങൾക്ക് വേണമെങ്കിൽ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ പഠിക്കുന്നത്, നമ്മളെ മക്കൾ പഠിക്കുന്നത് ബാംഗ്ലൂരിലോ വലിയ വലിയ ടൗണുകളിലോ സിറ്റികളിലോ ഒക്കെ ആയിരിക്കും, അന്യ രാജ്യങ്ങളിലായിരിക്കും. നമ്മൾ കാണുന്നുണ്ടാവില്ല, മനുഷ്യന്മാർ കാണുന്നുണ്ടാവില്ല, കുടുംബങ്ങൾ കാണുന്നുണ്ടാവില്ല. പക്ഷെ അവരെ പറഞ്ഞു കൊടുക്കണം, നമ്മൾ ഭയപ്പെടുന്ന പടച്ചവൻ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ നമുക്ക് സാധിക്കും.
അള്ളാഹുവിൽ നിന്നും മറച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല. വല്ലാത്തൊരു വചനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ എല്ലാം കാണുന്നവനാണ് നമ്മൾ വിശ്വസിക്കുന്ന പടച്ചവൻ. അതുകൊണ്ട് മക്കളെ നമ്മളില്ല എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മളുടെ മക്കളോട് സ്നേഹപൂർവ്വം നമ്മൾ ഉപദേശിക്കണം. നമ്മുടെ മക്കൾക്ക് സൂറത്ത് ലുഖ്മാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. സൂറത്ത് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളോട് പറയുന്ന ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ഇത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഇല്ലേ? ആ മഹാനായ പ്രവാചകനാണ് എന്ന അഭിപ്രായമുണ്ട്, അല്ല എന്നും അഭിപ്രായമുണ്ട്. ആ മഹാമനീഷിയായ മനുഷ്യൻ തന്റെ മക്കളോട് പറയുന്ന ഉപദേശങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നാമതായി ആ മഹാനായ വ്യക്തി പറയുന്നത് എന്താണ്? തന്റെ ലുഖ്മാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞ സന്ദർഭം ഉപദേശിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടാ ഉപദേശിക്കണം നോക്കി നിങ്ങള്. നമ്മളെ മക്കള് ചിലപ്പോ സുബഹിക്ക് എണീക്കൂല. അത് നമ്മൾ എണീക്കണം. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മളിത് പറയാൻ അർഹതയുണ്ടോ നമ്മൾ ആലോചിക്കണ്ടേ? നമ്മളെ ഉപദേശിക്കുമ്പോ എങ്ങനെയാണ് മക്കളെ ഉപദേശിക്കേണ്ടത് നോക്കൂ നിങ്ങൾ. സ്നേഹത്തിൽ ചാലിച്ചുകൊണ്ടാണ് ആ വ്യക്തി ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നത്, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, എന്റെ പൊന്നുമോനെ. വെറുപ്പോടു കൂടിയല്ല, ദേഷ്യത്തോടു കൂടിയല്ല, അവന് ഇഷ്ടമില്ലാത്ത പേര് പറഞ്ഞുകൊണ്ടല്ല, അവനെ വിളിക്കുന്ന ഓമന പേര് വിളിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ വിളിച്ചു നോക്കി. ആ മകന്റെ അടുത്ത് പോയി കുറച്ചു നേരം ഇരുന്ന് നോക്കി സുബൈക്ക്. അവന്റെ അടുത്ത് പോയി സൈക്കോളജി പഠിച്ചിരിക്കുന്ന ആളുകൾ പറയുന്നത് എന്താ? എഴുന്നേൽക്കാത്ത മകന്റെ അടുത്ത് പോയി കുറച്ചു നേരം നിങ്ങൾ സുബൈന്റെ സമയത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കുറച്ചു നേരം കിടക്കുക. എന്നിട്ട് വേണമെങ്കിൽ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക. എന്നിട്ട് നമ്മള് നീച്ചല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് യാ ബുനയ്യ, കുഞ്ഞോനെ, അതാണ് ഖുർആന്റെ ഉപയോഗം. കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്. വിശ്വാസത്തിന്റെ ഏറ്റവും പ്രഥമമായ കാര്യം ആ മഹാവ്യക്തിത്വം തന്റെ മകനെ പഠിപ്പിക്കുകയാണ്. നീ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് വലിയ ബാധകമാണ് എന്ന് ആദ്യമായി പഠിപ്പിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളുണ്ട്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകുൻ മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ. ഒരു കടുകിന്റെ അണുമണി തൂക്കം അത്രയും വസ്തുവാണെങ്കിൽ പോലും ആകാശങ്ങളിലോ ഭൂമിയിലോ പാറയുടെ ഉള്ളിലോ ആണെങ്കിലും അള്ളാഹു അത് കൊണ്ടുവരാൻ സാധിക്കുന്നവരാണ്. നിങ്ങൾ നോക്കി, ഇതാണ് അള്ളാഹു, ഇവനാണ് അള്ളാഹ്. നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹ് എവിടെയാണെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുന്നവനാണ് സർവശക്തനായ പടച്ചവൻ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഉപദേശം തുടരുകയാണ്. യാ ബുനയ്യ അഖിമിസ് സ്വലാഹ്, എന്റെ കുഞ്ഞുമോനെ നീ നമസ്കാരം നിലനിർത്തണം, നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത്. നമസ്കാരത്തെ നിലനിർത്തണം. നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യണം. നിനക്ക് ബാധിച്ചിരിക്കുന്നതിൽ നീ ക്ഷമ കൈക്കൊള്ളണം. നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ പരീക്ഷയിൽ തോറ്റാൽ അല്ലേ? ഇന്നലെ പിന്നാലെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ കണ്ടു. പ്ലസ് ടുവിന് പഠിക്കുന്ന നല്ല വിവരമുള്ള നല്ല മാർക്കുള്ള ഒരു കുട്ടി ഇപ്പത്തെ പരീക്ഷയിൽ അല്പം മാർക്ക് കുറഞ്ഞപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പഠിപ്പിച്ചു കൊടുക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും. പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, എ ഗ്രേഡ് കിട്ടിക്കൊള്ളണമെന്നില്ല, A+ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിന്റെ പേരിൽ ജീവിതം എടുക്കാനുള്ളതല്ല. പടച്ചവൻ എന്താണോ നമുക്ക് നിശ്ചയിച്ചത് അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മളെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഉദ്ദേശിച്ച ഭർത്താവിനെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, ഉദ്ദേശിച്ച ഭാര്യയെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതൊന്നും നമ്മുടെ നിശ്ചയങ്ങളല്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതുപോലെ നിനക്ക് ബാധിച്ചിരിക്കുന്നതിലെല്ലാം ക്ഷമിക്കാനുള്ള കഴിവ് നിനക്കുണ്ടാകണം. എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം തന്റെ മക്കളെ ഉപദേശിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികൾ, നമ്മൾ ആലോചിക്കുക. ഇവിടെ ആരാധനാ കർമ്മങ്ങളിൽ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ആരാധനാ കർമ്മം നമസ്കാരമാണ്. ഈ നമസ്കാരം നമ്മുടെ മക്കളോട് പറയാൻ, കൽപ്പിക്കുവാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് പറയുന്നുണ്ട്. മുറു ഔലാദക്കും ബിസ്സലാഹ്, നിങ്ങൾ നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ കുട്ടികളോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. വഹും അബ്നാഉ സബ്അ സിനീൻ, അവർ 7 വയസ്സായ 7 വയസ്സ് വരെ കൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 മുതൽ 6 വയസ്സ് വരെ അവർ നിസ്കരിക്കണമെങ്കിൽ നിസ്കരിച്ചോട്ടെ.
നമ്മൾ നമസ്കരിക്കുമ്പോൾ അവർ വരട്ടെ, വരാതിരിക്കട്ടെ. പക്ഷെ 7 വയസ്സായാൽ നമ്മളെ മക്കളോട് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ കൽപ്പിക്കണം. മാത്രവുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വയസ്സായാൽ മക്കൾ അടിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാകർമ്മം അത് നമസ്കാരമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നിന്ന് നമസ്കരിക്കാൻ പറ്റുന്നവർ നിന്ന് നമസ്കരിക്കണമെന്നും, അതിന് കഴിയാത്തവർ ഇരുന്ന് നമസ്കരിക്കണമെന്നും, അതിനും കഴിയാത്തവർ കിടന്ന് നമസ്കരിക്കണമെന്നും, കിടന്നിട്ട് പോലും നമസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും നമസ്കരിക്കണമെന്ന് ഇല്ലേ? അതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത്. യുദ്ധത്തിന്റെ സമയത്ത് പോലും നിസ്കാരത്തിന് അളവില്ല. ആലോചിക്കാം, കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധമാണെങ്കിൽ പോലും ആ യുദ്ധം ഒന്ന് അവസാനിക്കട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ അതിന്റെ പേജുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മക്കളെ നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ കൽപ്പിക്കുക, അവരെ ഉപദേശിക്കുക. നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന സംഗതി, ആദ്യം എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ റോൾ മോഡലാണ്. നമ്മൾ നമസ്കരിക്കണം. നമ്മൾ നമസ്കരിക്കാതെ നമ്മുടെ മക്കളോട് നമസ്കരിക്കാൻ പറയാൻ നമുക്ക് അർഹതയില്ല. അവർ തിരിച്ചു ചോദിച്ചു എന്ന് വരാം, നിങ്ങൾക്ക് നമസ്കരിക്കാൻ പറ്റാത്തത് ഞാൻ എന്തിനാ നമസ്കരിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ ആദ്യം നമ്മൾ നിസ്കരിച്ചു കാണിച്ചു. നമ്മൾ നമസ്കരിക്കുക, സമയമായാൽ നമസ്കരിക്കുന്ന ഒരു ചിട്ട ജീവിതത്തിൽ മാതാവും പിതാവും കൊണ്ടുവരണം. നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. കൃത്യമാണ്. പള്ളിയിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടുവരണം. സുന്ദരങ്ങളായ പള്ളികൾ നമ്മുടെ നാടുകളിൽ എമ്പാടുമുണ്ട്. പക്ഷെ ആ പള്ളികളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? നമ്മുടെ ഒരു സ്വയം പരിശോധന നമ്മൾ നടത്തുക. ഏതെങ്കിലും ഒരു ഭക്തനെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾ ആലോചിക്കും. നമ്മൾ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട് അല്ലെ, കടൽ കാണാൻ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുപോകാൻ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. പള്ളിയിലേക്ക് നമ്മൾ മക്കളെ കൊണ്ടുവരാൻ ഞാൻ നിങ്ങളും എത്രമാത്രം ശ്രമിക്കുന്നുണ്ട്? ഇത് കൃത്യമായ എന്നിട്ട് നമ്മളെ മക്കള് നന്നാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയാണ് ഞാൻ ആമുഖമായി കേൾപ്പിച്ചത്. എന്താ അദ്ദേഹം പറയുന്നത്? റബ്ബി ജഅൽനി മുഖീമസ്സലാ. റബ്ബേ, നോക്കണം, നിങ്ങൾ ഒരു പ്രവാചകനാണ് ആ പ്രാർത്ഥിക്കുന്നത്. നമ്മളെ എന്താ പല ആളുകളുടെയും മക്കള് പള്ളിക്ക് വരുന്നില്ല, നിങ്ങൾക്ക് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞു നോക്കിയോ? നമ്മളെ ബാധ്യത നമ്മൾ നിർവഹിച്ചോ? ഒരു ഭക്തനെങ്കിലും, കുഞ്ഞോനെ ഏതെങ്കിലും ഒരു ഭക്തനെങ്കിലും പള്ളിക്ക്, അങ്ങനെ എന്ത് സന്തോഷമായിരിക്കും ആ പള്ളി എന്ന് ആലോചിച്ചു. പള്ളി കുറെ ചൊറുക്കൂട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ മക്കൾക്ക് വെളിച്ചമേകാൻ നമുക്ക് സാധിക്കണം. നമ്മളാണ് ജീവിച്ചിരിക്കുമ്പോൾ കാണിച്ചു കൊടുക്കേണ്ടത്. ഇബ്രാഹിം നബി അങ്ങനെയായിരുന്നു. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, റബ്ബി ജഅൽനി മുഖീമസ്സലാ. റബ്ബേ, എന്നെ നമസ്കാരം നിലനിർത്തുന്നവനായി നീ എന്നെ ആക്കണമേ. അദ്ദേഹം അവസാനിപ്പിച്ചോ, വമിൻ ദുർരിയതി, എന്റെ സന്താനങ്ങളിൽ നിന്ന് നമസ്കാരം നിലനിർത്തുന്ന മക്കളായി നീ ആക്കണമേ. എന്നിട്ടാണ് നമ്മൾ നിസ്കരിക്കുക. നമ്മളെ കുട്ടികളോട് പറയേണ്ടത് പറയാ, കൊണ്ടുവരാൻ പറ്റുന്ന ആളുകൾ കുട്ടികളെ കൊണ്ടുവരിക. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബേ, എന്റെ മക്കളെ നീ നമസ്കാരം നിലനിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിലാക്കണേ. റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന് പറയുകയും ചെയ്യുക. ഈ ഒരു അർത്ഥത്തിൽ നമ്മളെ മക്കളെ നമ്മൾ വളർത്തിയാൽ നമുക്ക് എല്ലാവർക്കും നമ്മളെ കുട്ടികളെ കുറിച്ച് പരാതി എന്ന് പറയാനുണ്ട്. കുട്ടി ശരിയാണില്ല, പറഞ്ഞാൽ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും നമ്മളെ മക്കളെ കുറിച്ച് പറയാനുള്ള പരാതി അല്ല. ആ പരാതി ഉണ്ടാണെങ്കിൽ അത് പരിഹരിക്കണമെങ്കിൽ നമ്മളായി മാറുക, ജീവിക്കുക എന്നുള്ളത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്, വകാന യൗമു റജുലിൻ ബിസ്സലാത്തി വസക്ക. അദ്ദേഹം ഇസ്മായിൽ നബി അദ്ദേഹത്തിന്റെ കുടുംബത്തോട് അഥവാ അദ്ദേഹത്തിന്റെ കുട്ടികളോടും ഭാര്യനോടും അദ്ദേഹം നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും കൽപ്പിക്കാറുണ്ടായിരുന്നു. വകാന ഇൻദ റബ്ബിഹി മർളിയ, അല്ലാഹുവിന്റെ അരികിൽ അദ്ദേഹം തൃപ്തിപ്പെട്ടവരായി മാറുകയും ചെയ്തു. അപ്പൊ നമുക്ക് മക്കൾക്ക് നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുക, ഓർക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതിലുപരിയായി, അതൊക്കെ വേണം, അതിനുപരിയായി ഒരു മാതാവും പിതാവും എന്ന നിലയിൽ അവർക്ക് മതപരമായ ഒരു തർബിയത്ത് കൂടി നമ്മൾ വളർത്തേണ്ടത്. നമ്മൾ മദ്രസയിൽ പഠനം നമുക്കറിയല്ലോ, 5ാം ക്ലാസ് കഴിഞ്ഞാൽ ചില കുട്ടികൾ പോയി, 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പറ്റ പോവുകയും ചെയ്തു. അപ്പൊ അതിനൊരു പരിഹാരം, അവർ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആക്കുന്നത് നമ്മളെ പള്ളിയിൽ വെച്ചിട്ടാണ് പലതും.
കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ നമ്മളെ മക്കൾ പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മൾ റബ്ബിനോട് റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ. റബ്ബേ നമ്മൾ വെറുതെ പ്രാർത്ഥനയോട് മാത്രം കാര്യമില്ല, കൃത്യമായി മനസ്സിലാക്കിച്ചോളി. നമ്മൾ കോഴിക്കോട്ടേക്കുള്ള ബസ് കയറിയിട്ട് പാലക്കാട് എത്തിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കോഴിക്കോട്ടേക്ക് എത്തണമെങ്കിൽ കോഴിക്കോട്ടേക്കുള്ള ബസ് തന്നെ കയറണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ടേ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ. എന്നിട്ട് നമ്മൾ പറയാം നാഥാ, എനിക്ക് ചെയ്യാൻ പറ്റാവുന്നത് മാതാവും പിതാവും എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു, മക്കളോട് ഉപദേശിച്ചു. ഇനി റബ്ബേ ഞങ്ങളുടെ മക്കളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുടുംബ കൊണ്ട് റബ്ബേ ഞങ്ങളെ മക്കളെ പറയിപ്പിക്കുന്ന രൂപത്തിലാക്കല മക്കൾ റബ്ബേ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാവും. പ്രാർത്ഥിച്ചു നോക്കിങ്ങൾ. പ്രാർത്ഥന കേൾക്കുന്നവനാണ് റബ്ബ്, കരുണ ഉള്ളവരാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബ് നമ്മളെ കയ്യൊഴിക്കുകയില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ഇത് ഞാൻ അടിവരയിട്ടോട് സൂചിപ്പിക്കുകയാണ്. അതും ഞാൻ സൂചിപ്പിച്ചല്ലോ, കുട്ടികളുമായി ബന്ധപ്പെടുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴൊന്നും വേണ്ട. കുട്ടികൾക്ക് കുറെ കളിയും തമാശയും അതുപോലെ തന്നെ വിനോദവും അനുവദനീയമായ വിനോദങ്ങളൊക്കെ അവർ ഉൾപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകന്റെ മുതുകിൽ പുറത്ത് കയറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യും കാലും കുത്തി ആന കളിച്ചിരുന്നു. ഹദീസ് കാണാൻ സാധിക്കും. മക്കളെ സ്നേഹിക്കണം അങ്ങനെ തന്നെയാണ്. അതൊന്നും ഇസ്ലാമിനെതിരല്ല. അവരൊക്കെ ആനന്ദമുണ്ടാവുന്ന ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയോ അത് മാത്രമാകരുത് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അതോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ കൂടി അവരെ ഉൾപ്പെടുത്താൻ നാം സാധിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അല്ലിമു ഔലാദക്കും സിബാഹ അവരിമായ അതേ പറയാണ് റുകൂബുൽ ഖൈൽ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നീന്തൽ പഠിപ്പിക്കണം. ഇപ്പൊ നമുക്ക് പറ്റാവുന്ന ആളുകൾക്ക് പോകാം, നല്ലൊരു കുളം ഉണ്ടെങ്കിൽ നമുക്ക് നീന്താൻ പോകാം. അതൊക്കെ മതപരമായി കൂടി നല്ല കാര്യമാണ്. നീന്തൽ പഠിക്കാം, വരിമായ അമ്പെയ്ത്ത് പഠിക്കാം, ഷൂട്ടിങ്, അതുപോലെ തന്നെ റുകൂബുൽ ഖൈൽ കുതിരയോട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നാൽ ആയോധന കലയും അവർക്ക് കായിക ബലവും ഒക്കെ ഒരു മാതാവും പിതാവും നൽകുക എന്നുള്ളത് ഇസ്ലാമിന് അന്യമായ ഒരു കാര്യമല്ല. ഇതൊക്കെ ചെയ്യാം. അത് ചെയ്യുന്നതോടു കൂടി ഇത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് വേണമെന്നാണ് ഞാൻ അവസാനിപ്പിക്കാൻ. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ പറഞ്ഞു. ബാല്യവും കൗമാരവും യുവത്വവും നമ്മുടെ മക്കൾക്ക്, അങ്ങനത്തെ മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി. പ്രത്യേകിച്ചും കൗമാരക്കാരും യുവാക്കന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ മക്കളുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് വളരെ കൃത്യമായി നമ്മൾ പഠിക്കുക. നമ്മുടെ മക്കൾ കേടുവരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ കൂട്ടുകെട്ടം. നിങ്ങൾ ഏത് ക്രിമിനൽ കേസും പരിശോധിച്ച് നോക്കുക. ഒരു വ്യക്തി അത്രമാത്രം കേടുവരാനുള്ള ഒരു കാരണം അവന്റെ ചീത്ത കൂട്ടുകൊണ്ടായിരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിലു. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. അതുകൊണ്ട് ആരെയാണ് കൂട്ടുകാരനായി സ്വീകരിക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ നോക്കണം. ഞാൻ വളരെ ബോധപൂർവമാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ നാട് അത്ര നല്ലതല്ല, നമ്മുടെ പരിസരം അത്ര നല്ലതല്ല. മയക്കുമരുന്നുകളും മാരകമായിട്ടുള്ള മയക്കുമരുന്നിന്റെ അടിമകളാകാനും അതിന്റെ വിതരണക്കാരും നമ്മുടെ നാടുകളിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് നമ്മുടെ മക്കൾ അതിന്റെ ഭാഗകരാകുന്നുണ്ടോ? ഇതിന്റെ ആളുകളുമായി നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ പറയാന്നല്ലോ, എന്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യൂല, എന്റെ കുട്ടി അങ്ങനെയൊന്നല്ല. നല്ലോണം ശ്രദ്ധിച്ചോളി. ഞാൻ അടക്കമുള്ളവരാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നല്ലോണം ശ്രദ്ധിച്ചോളി. ഒരു മയക്കുമരുന്നിന് അഡിക്റ്റായി കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെടുത്താൻ എളുപ്പമല്ല സ്നേഹിതന്മാരെ. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതിനും അതിൻ്റെതായ ചികിത്സകൾ നടത്തിയാൽ പോലും ആ മനുഷ്യനിൽ, ആ കുട്ടിയിൽ വീണ്ടും ഇങ്ങോട്ട് മാറാനുള്ള ടെൻഡൻസിയാണ്. അവനെ സ്വീകരിക്കാവുന്നത് ഇത്തരം കൂട്ടുകെട്ടുകളാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ നന്നായിട്ടില്ല എങ്കിലും കേടുവരാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. വളരെ സ്നേഹത്തോടു കൂടിയാണ്, ഗൗരവത്തോടു കൂടിയാണ്, പലതും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ മെമ്പറിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ. നമ്മുടെ മാനിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇത്തരം ഭാഗന്മാരിൽ ആകാതിരിക്കാനുള്ള വേണം.
കുട്ടികളെ നമ്മൾ നല്ലതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അവരെ അഭിനന്ദിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ഒക്കെ നമ്മൾ വേണം. അവരെ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം റസൂലുള്ളാഹി പറഞ്ഞത് എന്താ അറിയോ? ഒരു പിതാവ് തന്റെ മകന് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം നൽകണം. ഒരു കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടി, LKG കിട്ടി, UKG കിട്ടി, 1ാം ക്ലാസ്സിൽ കിട്ടി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും LSS US ഏത് പരീക്ഷയിൽ കിട്ടിയാലും ആ കുട്ടിയെ പിടിച്ച് നമ്മൾ അഭിനന്ദിക്കണം. ഉമ്മ എന്ന നിലയിൽ ഒരു സമ്മാനം കൊടുക്കാൻ സാധിക്കുന്നില്ല, ഒരു ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് ഒരു മുത്തം കൊടുത്തിട്ടെങ്കിലും എന്റെ മോൻ ഉഷാറാണ് കേട്ടോ, എന്റെ മോൾ ഉഷാറാണ് കേട്ടോ എന്ന് പറഞ്ഞ് ആ മുഖത്ത് തുരുതുര ഉമ്മ കൊടുത്താൽ ആ കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം. റസൂലുള്ളാഹി പറഞ്ഞത് എന്താ അറിയോ? ഒരു മാതാവ് ഒരു പിതാവ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം മിൻ അദബി ഉസ്രിന, ഏറ്റവും നല്ല സംസ്കാരമാണ്, ഏറ്റവും നല്ല മര്യാദ നമ്മൾ മക്കൾക്ക് നൽകാറുണ്ട്. അങ്ങനെ നല്ലവരായി നമ്മൾ ജീവിക്കുക, നമ്മൾ റോൾ മോഡലായി നമ്മുടെ മക്കൾക്ക് മാറുക. അങ്ങനെ നല്ല കൺകുളിർമ നൽകുന്ന മക്കളായി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റി അനുഗ്രഹിക്കും.